നമ്മൾ മുമ്പ് എങ്ങനെ ഫോട്ടോസ് വെച്ചിട്ട് ട്രോൾ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ കമൻറ്റിൽ പലരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് എങ്ങനെ ട്രോൾ വീഡിയോസ് ഉണ്ടാക്കാം എന്നുള്ള കാര്യം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ട്രോൾ വീഡിയോസ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യം പറയേണ്ട കാര്യം, ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ എന്നുള്ള ആപ്പാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൈൻമാസ്റ്റർ എന്ന് സെർച്ച് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ട്രോൾ വീഡിയോയിൽ ഏതൊക്കെ വീഡിയോസ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം നമ്മൾ സാധാരണ യൂട്യൂബിൽ നിന്നാണ് അത് ചെയ്യാറ്. പക്ഷേ യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്കെതിരാണ്. അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനലിന് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. ആർക്കെങ്കിലൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ ഏത് ആപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു പ്ലസ് ചിഹ്നം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് വരും. നിങ്ങൾ യൂട്യൂബിനാണ് വീഡിയോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 16:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. അതല്ല ഇൻസ്റ്റാഗ്രാമിനാണ് വീഡിയോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 9:16 എന്നുള്ള ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ യൂട്യൂബിനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 16:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്താൽ നേരെ ഗാലറിയിലോട്ട് പോകും. ഗാലറിയിൽ നിന്ന് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ഫസ്റ്റ് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്കിതിൽ വേണ്ടത് ഫസ്റ്റ് ഈ വീഡിയോ ആണ്. അത് ഞാൻ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഒരു സംഭവം വരും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വീഡിയോ നമുക്ക് വലുതായിട്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പം ഇത് 15 സെക്കൻഡുള്ളൊരു വീഡിയോ ആണ്. ഇതിലെനിക്ക് ഫുള്ള് ഭാഗം വേണ്ട, വെറും ഒരു 3-4 സെക്കൻഡ് ഭാഗം മാത്രം മതി. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് എവിടെയാണെന്നുള്ള കാര്യം ആദ്യം കണ്ടുപിടിക്കുക. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം എവിടെ നിന്നാണോ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് അവിടെ എത്തിക്കുക. എന്നിട്ട് ആ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മുകളിൽ ഇങ്ങനെ ഒരു കത്രികയുടെ ചിഹ്നം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രിം ടു ലെഫ്റ്റ് എന്ന് കൊടുത്താൽ ലെഫ്റ്റ് ഭാഗത്തുള്ളത് മുഴുവൻ പോവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്നുള്ള ഓപ്ഷന് അത് ക്ലിക്ക് ചെയ്താൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. എന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് അവിടെ അതുപോലെ വെക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് എവിടെയാണോ എൻഡിങ് നമുക്ക് വേണ്ടത് അത് കണ്ടുപിടിക്കുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗമാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് എവിടെയാണോ വേണ്ടത് ആ ഒരു സ്ഥലത്ത് എത്തിക്കുക. എന്നിട്ട് പോസ് ചെയ്യുക. പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്ലിപ്പിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു കത്രികയുടെ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രിം ടു റൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഈ റൈറ്റിലുള്ളത് മുഴുവൻ പോവും. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ആയിട്ട് പ്ലേ ആയിട്ട് കൊടുക്കുക. അത് കൊടുത്താൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. എന്നിട്ട് ഈ ഒരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി എനിക്ക് രണ്ടാമത്തെ ക്ലിപ്പ് ആഡ് ചെയ്യണം. അതിന് മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത് ഏത് ക്ലിപ്പാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് രണ്ടാമത് ഈ ഒരു ക്ലിപ്പാണ് വേണ്ടത്. ഇപ്പോൾ ഇത് കുറച്ച് ലെങ്ത്തുള്ള ക്ലിപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി കാര്യങ്ങൾ മുകളിൽ ഈ ഒരു കാര്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇതിൽ ഏത് ഭാഗമാണോ വേണ്ടത് ആ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് വേണ്ടത്. അപ്പം അതിനനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കത്രികയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രിം ടു ലെഫ്റ്റ് കൊടുക്കുക. ഇവിടെ എനിക്ക് എൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുക. കത്രിക ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രിം ടു റൈറ്റോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് അറ്റ് പ്ലേഡോ കൊടുക്കുക. അപ്പം ഇതുപോലെ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ആഡ് ചെയ്യാം. ഇവിടെ മീഡിയ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും വീഡിയോസ് ആഡ് ചെയ്യുക. ഇതുപോലെ വേണ്ടത് ചെയ്യുക. പിന്നെ സാധാരണ ട്രോള് വീഡിയോയിൽ ആ ഒരു ട്രോള് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയത് കാണാറുണ്ട്. അതെങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പം എനിക്ക് ഈ ഒരു ക്ലിപ്പിൽ ഇവിടെ പൃഥ്വിരാജിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പൊതുജനം എന്നുള്ളത് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ലെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ പോയിട്ട് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മലയാളം കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മലയാളം കീബോർഡ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊതുജനം എന്ന് ടൈപ്പ് ചെയ്യാണ്. അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ ഈ ഒരു സംഭവം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കുക ചെറുതാക്കുക എന്താ വെച്ചാൽ അത് ചെയ്യാം. പിന്നെ ഇത് ക്ലിയർ ആവുന്ന രീതിയിൽ തന്നെ വെക്കുക. പിന്നെ തീരെ ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. കളർ നമുക്ക് മാറ്റാം. അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്.
ഏത് കളറാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഇത് വലിയ ക്ലിയർ ആവുന്നില്ല അപ്പം ക്ലിയർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ഒരു ഔട്ട്ലൈൻ കൊടുത്താൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം ഈ ഒരു ഔട്ട്ലൈൻ്റെ. ഇപ്പം കുറച്ചും കൂടിയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം അതുപോലെ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം ആ ഒരു ക്ലിപ്പിൽ ഫുള്ള് ഭാഗത്ത് ഈ ഒരു കാര്യം എഴുതിയത് വേണ്ടി വരില്ല. ചില ഭാഗത്ത് മാത്രമേ വേണ്ടി വരുള്ളൂ. ഇപ്പോൾ എനിക്ക് ഈ ഒരു ക്ലിപ്പിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് മതി. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇത് നീക്കുകയാണ്. ഇത് നീക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഞെക്കി പിടിച്ചിട്ട് എങ്ങോട്ടാണോ നീക്കേണ്ടത് അങ്ങോട്ട് നീക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് തന്നെ ഇത് വെച്ചു. ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പൊതുജനം എന്നുള്ള കാര്യം പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകണ്ട, എനിക്കത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഒന്നിങ്ങോട്ട് നീക്കിയാൽ മതി, നീളത്തിൽ വരും. അപ്പം ഏത് വരെ വേണമെന്ന് വെച്ചാൽ അതുവരെ നമുക്ക് ഇത് നീക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നീക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ എൻഡിങ് വരെ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രിം ടു ലെഫ്റ്റ് റൈറ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു മീഡിയ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക എന്നുള്ള കാര്യം. പക്ഷേ മീഡിയ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം പുതിയൊരു ക്ലിപ്പായിട്ടാണ് ആഡ് ആവുക. അതായത് ഇത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ക്ലിപ്പ് വരിക. അതല്ല, നമുക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ ഇടയിലോട്ട് തന്നെ വേറൊരു ക്ലിപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ എന്നിട്ട് നമുക്ക് ആ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതുപോലെ. അതായത് ഇപ്പം ഈ ഒരു ക്ലിപ്പിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ട്രോൾ വീഡിയോസിൽ കാണാറുള്ള ഒരു കാര്യമാണ്, ചിലപ്പം ഏതെങ്കിലുമൊക്കെ പേര് പറയുന്ന സ്ഥലത്തൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം അത് സിനിമയിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരായിരിക്കും പറയുക, പക്ഷേ നമുക്ക് ആ ഒരു പേര് അവിടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പേര് മാത്രം മ്യൂട്ട് ചെയ്യലുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ചെറിയൊരു ഭാഗം മാത്രം മ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ എനിക്ക് ആ ഒരു രാജസ്ഥാനിലെ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്ന ഭാഗം മാത്രം മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിന് ഈ ഒരു ക്ലിപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തോട്ട് പോയാൽ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വീഡിയോയും ഓഡിയോയും രണ്ടാവും. ഇവിടെ നമുക്ക് ഈ ഒരു ഓഡിയോയുടെ ഭാഗം താഴത്ത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം എവിടെയെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ആ രാജസ്ഥാനിലെ സ്ഥലത്തിൻ്റെ പേര് പറയുന്നതാണ് ഒഴിവാക്കേണ്ടത്. അപ്പം ആ ഒരു പേര് പറയുന്ന അവിടെ സ്റ്റാർട്ടിങ്ങിൽ എത്തിക്കുക. ഇപ്പം ഇവിടെയാണ് സ്റ്റാർട്ടിങ്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ട്രിം ഓർ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം എൻഡിങ് എവിടെയെന്നുള്ളത് ഫിക്സ് ചെയ്യുക. അപ്പം ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കഴിഞ്ഞു. അപ്പം വീണ്ടും ആ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രിം ഓർ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തിട്ട് സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് കൊടുക്കുക. ഇപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് ഈ നടുവിൽ കിടക്കുന്ന സാധനമാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം ആ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ സ്ഥലത്ത് മാത്രം ഓഡിയോ മ്യൂട്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യം മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ക്ലിപ്പ് ചെറുതാക്കി കഴിഞ്ഞാൽ പിന്നെയും എക്സ്ട്രാ എന്തെങ്കിലും ഭാഗം നമുക്ക് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് അത് ക്ലിപ്പ് ആഡ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നീക്കാവുന്നതാണ്. വീണ്ടും നീക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എത്രയും വലുതാക്കാം, അതുപോലെ തന്നെ എത്രയും ചെറുതാക്കാവുന്നതാണ്. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ക്ലിപ്പിലുള്ള ഓഡിയോ മാറ്റിയിട്ട് വേറൊരു ഓഡിയോ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം ആ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് താഴത്തോട്ട് വന്നിട്ട് എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തിട്ട് ആ ഒരു ഓഡിയോ മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓഡിയോ ഫയൽ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോക്ക് സൗണ്ട് ഒന്നുമില്ല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേറെ ഏതെങ്കിലും സൗണ്ടും കാര്യങ്ങളൊക്കെ
ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഓഡിയോ ആണ് വേണ്ടത് ആ ഒരു ഓഡിയോ ഇവിടെ താഴെ കൊടുക്കാവുന്നതാണ്. അപ്പം പുതിയ ഓഡിയോ ഇപ്പം ഇവിടെ ആഡ് ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രോൾ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം ഈ ഒരു ലെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മീഡിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ സെലക്ട് ചെയ്യുക. ഇപ്പം ഇത് സ്ക്വയർ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ ആക്കണമെന്നുണ്ടെങ്കിൽ താഴെ ക്രോപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അത് ഓൺ ആക്കുക. എന്നിട്ട് ഷേപ്പ് എന്നുള്ളത് കൊടുത്തിട്ട് റൗണ്ട് ആക്കുക. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ലോഗോ നമുക്ക് ചെറുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയോ അല്ലെങ്കിൽ മുകളിലോ എവിടെയെന്ന് വെച്ചാൽ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ലോഗോ അല്ല നിങ്ങളുടെ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ എത്രയാണോ നിങ്ങളുടെ വീഡിയോ അതൊരു ഫുള്ള് ഇങ്ങനെ വലിച്ചിട്ടാൽ മതി. ഫസ്റ്റ് മുതൽ എൻഡിങ് വരെ ഈ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതായിരിക്കും. നമ്മുടെ ട്രോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് സേവ് ചെയ്യണം. സേവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട റെസൊല്യൂഷനിലും അതുപോലെ തന്നെ വേണ്ട ഫ്രെയിം റേറ്റിലും നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഫുൾ HD റെസൊല്യൂഷൻ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ 24 FPS സെലക്ട് ചെയ്തു. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുകയാണ്. എക്സ്പോർട്ട് കൊടുത്താൽ ഇനി ഇത് ഗാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ടാവും. ഗാലറിയിലോട്ട് സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിലോട്ട് ഷെയർ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രോൾ വീഡിയോ കുറിച്ചിട്ടുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ട്രോൾ എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ മോശമായിട്ടുള്ള രീതിയിൽ ട്രോൾ ചെയ്യാതിരിക്കുക.